നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 19, 20 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 12:31 PM മുതൽ ഏപ്രിൽ 21 ഉച്ചയ്ക്ക് 1 മണി PM വരെ ആണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം ചൊവ്വ, ബുധൻ, ശനി, സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം, അപകട സാധ്യത നിലനിൽക്കുന്നു, ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവാം. അതായത് വാഹനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തകരാറ്, യന്ത്രങ്ങൾക്ക് ചെറിയ തകരാറ് ഇവയൊക്കെ ഉണ്ടാവാം. ദോഷപരിഹാരമായിട്ട് ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല, കാര്യമായ നേട്ടങ്ങളൊന്നുമില്ല. എങ്കിലും ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവും. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സമൊക്കെ പ്രതീക്ഷിക്കാം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും ശനി, വ്യാഴം, ചൊവ്വ, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം, തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിതൃഗുണം, സന്താന നേട്ടം ഇവയ്ക്കൊക്കെ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ ഉണ്ടാവാം. എങ്കിലും പൊതുവെ ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ഉല്ലാസയാത്രകൾ, ആത്മീയമായ തീർത്ഥയാത്രകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. വാഹനലാഭം, ഗൃഹലാഭം ഇവയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. പിന്നെ ഈ 19-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് വരുന്നു. അത് ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 3:48 PM ശുക്രൻ്റെ രാശിമാറ്റം. സ്വക്ഷേത്രത്തിൽ ശുക്രൻ വരികയാണ്. അപ്പോൾ 12 രാശിക്കാർക്കും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാവും. 3 രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും നേട്ടം ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കാം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം, ശനി നേരത്തെ തന്നെ പ്രതികൂലമാണ്. ചന്ദ്രൻ്റെ പ്രതികൂലാവസ്ഥ നേട്ടങ്ങൾക്ക് ഒരു പൊലിമ കുറയ്ക്കും. എങ്കിലും ഗുണാധിക്യം തന്നെയാണ് ഇവർക്കുള്ളത്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, പിതൃഗുണം, സന്താന നേട്ടം,
കൂടാതെ തൊഴിൽ വിജയം അത് ഈ മേടം മാസം മുഴുവൻ ഉണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് നല്ല കാലമാണ്. കുറച്ച് കാലത്തേക്ക് ഇനി എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് പറഞ്ഞേക്കുന്ന 13 മാസം ഇവർക്ക് പൊതുവെ നല്ലതായിരിക്കുമെന്നാണ്. അത് ഭാഗ്യം കൂടിയും കുറഞ്ഞും അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളും വരും. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇവർക്ക് ചന്ദ്രൻ, വ്യാഴം, ശനി ഇവ പ്രതികൂലമാണ്. തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലം. പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനി ചൊവ്വയും കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ നേട്ടങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ചൊവ്വയും ശനിയും ബുധനുമൊക്കെ നിൽക്കുന്നത്. മേടമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. കർമ്മരംഗത്താണ് സൂര്യൻ നിൽക്കുന്നത്. ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സൂര്യൻ്റെ ഒരു ഭാവം കൊണ്ടാണ്. ഇവിടെ അത് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. കൂടാതെ ചന്ദ്രനും ശുക്രനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ധനവരവുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഞങ്ങൾ പറയുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രാദ്യ പാദം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ശനി, ചൊവ്വ, സർപ്പം, ശിഖി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ ഇപ്പോൾ ഇനി മെയ് 11 മാറുമ്പോൾ ഇവർക്ക് കുറച്ച് ബെറ്റർ ആവും. അതുമാത്രമല്ല കാര്യങ്ങളൊക്കെ 3 പാപഗ്രഹങ്ങളാണെങ്കിലും അവയുടെ പ്രതികൂലാവസ്ഥ മാത്രമേ ഈ മെയ് 11 ശേഷമുള്ളൂ. മെയ് 11 ചൊവ്വ മാറുമ്പോൾ ഇവർക്ക് പല കാര്യത്തിലും നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അഷ്ടമ ശനിയാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. യന്ത്ര തകരാറുകളും പ്രതീക്ഷിക്കുക. ഇവർക്ക് ചന്ദ്രൻ, ബുധൻ, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ശുക്രൻ്റെ അനുകൂലാവസ്ഥ മാറിയിട്ടുണ്ട്. എങ്കിലും കാര്യമായ ദുരിതങ്ങളൊന്നും ശുക്രൻ വഴി വരില്ല. 10ാം ഭാവത്തിൽ ശുക്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഇവർക്ക് ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ഭൗതിക സുഖങ്ങൾ. എങ്കിലും ഇതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവാം. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 7ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, ശനി ഇവ നിൽക്കുന്നു. കൂടാതെ അഷ്ടമത്തിൽ സൂര്യനും നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങളുണ്ടാവാം, ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം.
ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്രതമെടുത്ത്. ഇനി ഇവർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം പ്രതീക്ഷിക്കാം. ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു കാലതാമസം, അനാവശ്യമായ ഒരു മെല്ലെപ്പോക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവാം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് സൂര്യൻ പ്രതികൂലമാണ്, ചന്ദ്രനും പ്രതികൂലമാണ്. ചന്ദ്രൻ അഷ്ടമത്തിലാണ്, എങ്കിലും അത് ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും. എങ്കിലും ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക. പറ്റുമെങ്കിൽ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചന്ദ്രൻ പ്രതികൂലമായിട്ടും 7 ഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ അനുകൂലമാണ്, ഈ ദിവസങ്ങളിൽ അനുകൂലമാണ്. അപ്പോൾ ചന്ദ്രനും കൂടി അനുകൂലമായിട്ട് വരുന്ന ദിവസം തീർച്ചയായിട്ടും 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. പക്ഷേ സൂര്യൻ പ്രതികൂലമാണ്, 7ാം ഭാവത്തിലാണ്. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. വിവേകപൂർവ്വം അത് പരിഹരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത ഉണ്ടാവും. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും വഴിയൊരുങ്ങും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും അല്പം പൊലിമ കുറയും. കാരണം ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഓക്കെ, തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അത് ഈ മേടമാസം മുഴുവൻ. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവയൊക്കെ അനുഭവപ്പെടും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവിടെ ശുക്രൻ അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല, ശുഭഗ്രഹമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും ഏകദേശം ഒരു 50 ദിവസത്തോളം ശുക്രൻ 6ാം ഭാവത്തിലും 7ാം ഭാവത്തിലും നിൽക്കും. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ശുക്രൻ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കില്ല. എങ്കിലും പൊതുവെ ഈ ധനവരവിന് ഒരു തടസ്സം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതുള്ളൊരു കാലതാമസം എല്ലാത്തിനും പ്രതീക്ഷിക്കുക. ഈ പ്രത്യേകിച്ച് ധനവരവിന് ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ദൈവാധീനമുണ്ട്. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ അനുകൂലമായ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, എങ്കിലും അതിനൊക്കെ ഒരു ചെറിയ തടസ്സം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഗൃഹലാഭം, വാഹനലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. വ്യാഴം അനുകൂലമാണ് 7ാം ഭാവത്തിൽ. അപ്പോൾ ദാമ്പത്യ സുഖവും പ്രതീക്ഷിക്കാം.
ഇവർക്ക് ചൊവ്വയും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. യന്ത്ര തകരാറുകൾ ഉണ്ടാവാം. അപകട സാധ്യത നിലനിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശിവന്, അയ്യപ്പന്, ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ധനുരാശിക്ക് ഗുണാധിക്യമാണ് പൊതുവെ. എങ്കിലും ഇവിടെ ശുക്രനൊന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ സ്വക്ഷേത്രമായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, ശുഭഗ്രഹമായ ശുക്രൻ കാര്യമായ ദുരിതമൊന്നും ആർക്കും ഉണ്ടാക്കില്ല. എങ്കിലും അത് ഏകദേശം ഒരു 50 ദിവസം തുടരും. ധനുരാശിക്ക് ഈ ദിവസങ്ങൾ ഗുണാധിക്യമാണ്. അത് ചന്ദ്രനും കൂടി അനുകൂലമായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ധനുരാശിക്ക് ആ ഭാഗ്യത്തിൻ്റെ ഒരു കുറവ് പൊതുവെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ധനുരാശിക്ക് ഈ ദിവസങ്ങൾ ഗുണാധിക്യമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ദേവിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ഇവർക്ക് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. കാര്യമായ പ്രതികൂലമായ പാപഗ്രഹങ്ങളൊന്നും തന്നെ പ്രതികൂലമായിട്ട് കാര്യമായിട്ടില്ല. അതുമാത്രമല്ല, ശനിയും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സാങ്കേതിക രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. വാഹന ലാഭം ഉണ്ടാവാം. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ പരിഹരിക്കാൻ പറ്റും. പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഗൃഹലാഭം ഉണ്ടാവാം. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അത് ജൂൺ 2-ന് മാറുന്നതാണ്. പ്രതികൂലമായിട്ട് മാറും വ്യാഴം. അതുകൊണ്ട് ജൂൺ 2-ന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഇവിടെ ശനി, സർപ്പം, ശിഖി ഇവ പ്രതികൂലമാണ്. 3 ഗ്രഹങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങി ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചൊവ്വ, ബുധൻ, ശനി ഇവ ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകട സാധ്യത നിലനിൽക്കുന്നു. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ജന്മശനിയാണ്. ഓക്കെ, പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 19-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 20-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 19-20 തീയതികളിൽ രാവിലെ 4:40 AM മുതൽ 5:28 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 19-20 തീയതികളിൽ അഭിജിത് മുഹൂർത്തം. 19-20 തീയതികളിൽ
ഉച്ചയ്ക്ക് 12 മണി 1 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 12 മണി 50 മിനിറ്റ് വരെ ആണ് 19-20 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ഈശ്വര പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 19-ാം തീയതി വൈകിട്ട് 5 മണി 2 മിനിറ്റ് PM മുതൽ 6 മണി 34 മിനിറ്റ് PM വരെയാണ് 19-ാം തീയതി രാഹുകാലം. 20-ാം തീയതി രാവിലെ 7:48 AM മുതൽ 9:21 AM വരെയാണ് 20-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 19-4-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 61-042 ഇവ എല്ലാം ഭാഗ്യസംഖ്യകളാണ്. അതുപോലെ തന്നെ 9-ഉം 8-ഉം എല്ലാ ദിവസവും എല്ലാവർക്കും പൊതുവെ ഭാഗ്യമായിട്ട് കരുതാം. ഇനി 20-4-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 4, 6, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.